അപ്പോ ബയോ. അപ്പൊ നമ്മൾ പറഞ്ഞത് സിൻസ് വരുമ്പം യൂസ് ചെയ്യേണ്ട ടെൻസാ പറഞ്ഞത്. ഒന്നെങ്കിൽ പെർഫെക്റ്റ് ടെൻസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, പെർഫെക്റ്റ് ടെൻസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴാ? സിൻസോ ഫോർ ഒക്കെ വരുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ടെൻസോ അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസോ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഏത് ടെൻസാ തന്നിരിക്കുന്നത് നോക്കുക. ഇവിടെ പെർഫെക്റ്റ് ടെൻസ് ആണോ? പെർഫെക്റ്റ് ടെൻസിന്റെ സിൻടാക്സ് എന്താ? ഹാസ് ഓർ ഹാവിന്റെ കൂടെ V3. അതിവിടെ തന്നിട്ടില്ല. പിന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സിൻടാക്സ് എന്താ? ഹാസ് ഓർ ഹാവ്, ബീൻ, പിന്നെ ING. അത് തന്നിട്ടുണ്ടല്ലോ, ദേ കിടക്കുന്നു. ഹാസ് ബീൻ ലിവിംഗ്. രാജു ഹാസ് ബീൻ ലിവിംഗ് ഇൻ മുംബൈ സിൻസ് 1999. കേട്ടോ. അപ്പൊ ഇത് പ്രത്യേകം ഓർത്തോണം. സിൻസ് വരുമ്പം ഒരു കൃത്യസമയമാണ്, ഒരു എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം ആണ് സിൻസ് വരുമ്പോൾ തരുന്നത്. പിന്നെ ടെൻസും ശ്രദ്ധിക്കുക, പെർഫെക്റ്റ് ടെൻസോ പെർഫെക്റ്റ് കണ്ടിന്യൂസോ. ഓക്കെ. പിന്നെ ഇൻ മുംബൈ കണ്ടോ, പ്ലേസ് ആയതുകൊണ്ട് ഇൻ കേട്ടോ, പ്ലേസിൽ ഇന്ന്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ വാ. ഓക്കെ, കൺഫ്യൂസിങ് വേർഡ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ഐ ഹാവ് an allergy problem. The doctor has advised me not to eat any. എന്ത് സാധനങ്ങളാ? പറയൂ. I have an allergy problem. The doctor has advised me not to eat any. എന്ത് പ്രോഡക്ട്സ് കഴിക്കരുതെന്നാണ് എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? മിൽക്ക് പ്രോഡക്ട്സ് ഒന്നും കഴിക്കരുതെന്നാണ് അല്ലെ? ഈ മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോ ഡയറി പ്രോഡക്ട്സ് ആണ്. ഡയറി ആ ഡയറി മിൽക്ക് പ്രോഡക്ട്സ്, അതായത് പാൽ ഉൽപ്പന്നങ്ങൾ അല്ലെ? അതിന്റെ സ്പെല്ലിംഗ് എന്തുവാ? ഡയറി. ഓപ്ഷൻ ബി ആണ്. ഡയറി പ്രോഡക്ട്സ്, മിൽക്ക് പ്രോഡക്ട്സ്, പാൽ ഉൽപ്പന്നങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അപ്പൊ എ എന്തുവാ? എ നമ്മുടെ ഡയറി. ഓക്കെ, ഏതേ? ഈ ഡയറി. ഇതാണ് ഡയറി. വ്യത്യാസം മനസ്സിലായി? ഇത് ഡയറി, DIARY. ഇത് ഡയറി. മറ്റേ മിൽക്ക് പ്രോഡക്ട്സ് എന്നുള്ളത് ഡയറി ആണ്, ഡയറി. ഓക്കെ. അപ്പൊ ഇതുപോലത്തെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വേർബ്സ് വേണമെങ്കിലും അങ്ങനത്തെ വേർബ്സ് വേണമെങ്കിലും വരാം. ഓക്കെ, യെസ്, വെരി ഗുഡ്. പിന്നെ ഡ്രയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ട്, ഒട്ടും എന്താ ഇൻട്രസ്റ്റിംഗ് അല്ലാണ്ട് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളതാണ് ഡ്രയറി എന്ന് പറയുന്നത്. ഭയങ്കര ഡൾ ആയിട്ടുള്ളത്, അതാണ് ഡ്രയറി. ഓക്കെ, ഡൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ചോക്ലേറ്റ് എന്തിനാണ്? എനിക്കാണോ? ഐ ഡാഷ് മോഹൻലാൽ യെസ്റ്റർഡേ. A20യുടെ ചോക്ലേറ്റ് ഡയറി പ്രോഡക്ട്സിന്റെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചാണോ? അതോ ഡയറി മിൽക്കിനെ കാണിച്ചാണോ? ഐ ഡാഷ് മോഹൻലാൽ യെസ്റ്റർഡേ. ഇന്നലെ കണ്ടു. എനിക്ക് അല്ലെ, ഇങ്ങനെ. ഐ ഡാഷ് മോഹൻലാൽ യെസ്റ്റർഡേ. കീവേഡ് ഓർത്തോണം. എന്താണ് കീവേഡ്? യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ എന്നൊക്കെ കണ്ടാൽ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്താ പോരെ? അപ്പൊ അത് ശ്രദ്ധിച്ചോണം കേട്ടോ. യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത് എന്നൊക്കെ കണ്ടു കഴിയുമ്പോ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, സോ ഐ മെറ്റ് മോഹൻലാൽ എന്ന് മതി. ഓക്കെ, യെസ്റ്റർഡേ. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കണ്ട, ഇത് നോക്കിക്കേ എന്താണെന്ന്. ഇതെന്നാന്നറിയോ? ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഇത് റീസണിങ് ആണോ എന്നൊന്ന് തോന്നും. സംഭവം എന്താണെന്നറിയോ? ആസ് പബ്ലിക് ഇസ് ടു പ്രൈവറ്റ്, ഫോറിൻ ഇസ് ടു ഡാഷ്. ഓക്കെ, അതായത് പബ്ലിക്കും പ്രൈവറ്റും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. അതേ റിലേഷനാണ് ഫോറിനും വേറെ എന്തോയും കൂടെ. ഓക്കെ, അപ്പോ പബ്ലിക്കും പ്രൈവറ്റും തമ്മിലുള്ള റിലേഷൻ എന്താന്ന് പറ. അതാദ്യം കണ്ടുപിടിക്കണം. ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താ? പബ്ലിക്കും പ്രൈവറ്റും അതേ റിലേഷനാണ് ഫോറിനും ഈ ഓപ്ഷനിലെ വേറെ എന്തോയും. അപ്പോ ഹോം, പ്രൊഡക്റ്റ്, എബ്രോഡ്, ഇൻഡിജിനസ്. എൻ്റെ അമ്മോ. വെരി ഗുഡ്. A3 ഓപ്പോസിറ്റ് ആണ്. പബ്ലിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രൈവറ്റ് അല്ലെ? നമ്മൾ പറയാറില്ലേ പബ്ലിക് സെക്ടേഴ്സും ഉണ്ട് പ്രൈവറ്റ് സെക്ടേഴ്സും ഉണ്ട്. അപ്പൊ അവിടെ എന്താ തന്നിരിക്കുന്നത്? ഓപ്പോസിറ്റാ. ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ? പബ്ലിക്കിന്റെ ഓപ്പോസിറ്റ് ആണ്
പ്രൈവറ്റ്. ഇവര് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ആന്റണം ആണ്, ഓപ്പോസിറ്റ് ആ തന്നിരിക്കുന്നത്. അപ്പൊ ഫോറിന്റെ ഓപ്പോസിറ്റ് എന്താ നോക്കിയാൽ മതി. ഫോറിന്റെ ഓപ്പോസിറ്റ് ഫോറിൻ എന്ന് പറഞ്ഞാൽ വിദേശി. അപ്പൊ സ്വദേശി എന്നുള്ളത് ഹോം ആണോ, വീടാണോ? അല്ല. പ്രൊഡക്റ്റ് അല്ല. എബ്രോഡ്, പുറത്ത്. അതാണ്. അപ്പം ഫോറിൻ പുറത്ത് എന്നുള്ളതല്ലേ. അപ്പൊ ഇൻഡിജിനസ് എന്തുവാ? ഇൻഡിജിനസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ആണ്, അല്ലെങ്കിൽ അവിടുത്തെ നേറ്റീവ് ആണ് എന്നതാണ്. ഓക്കെ, സോ ഫോറിന്റെ ഓപ്പോസിറ്റ് ഇൻഡിജിനസ്. മര്യാദയ്ക്ക് എന്നാ അവർക്ക് ആന്റണം ചോദിച്ചാൽ പോരെ അല്ലെ? അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പൊ ഇതുപോലത്തെയും മനോഹരമായ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പം പബ്ലിക് പ്രൈവറ്റ് അവര് തമ്മിലുള്ള റിലേഷൻ എന്താണോ അത് തന്നെയാണ് ഫോറിനും വേറെ ഏതോ പറഞ്ഞത്. അപ്പൊ പബ്ലിക് പ്രൈവറ്റ് തമ്മിലുള്ള റിലേഷൻ എന്താന്നുള്ളത് അത് ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കണം. ഓക്കെ, യെസ്, തദ്ദേശീയമായ. അതെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാ, ഇതില് ഏതോ ഒരു സെന്റൻസിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അത് ഏതാന്ന് പറയണം. ഓക്കെ, ഏതോ ഒരു സെന്റൻസിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അത് ഏതാന്ന് പറയണം. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളിപ്പം ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ അതിനകത്തുനിന്ന് എന്താണേലും ഈ പ്രാക്ടീസ് ചെയ്യുന്ന സാധനങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് എങ്കിലും, ചിലപ്പോൾ നമുക്ക് ചിലതെല്ലാം അറിയാവുന്നതായിരിക്കും, ചിലപ്പോൾ ഇതിൽ ഒരു പോയിന്റ് എങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. I removed the furnitures from my home. Exactly. അപ്പം ഇവിടെ ഇപ്പൊ വേറെ മിസ്റ്റേക്ക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലെങ്കിൽ എല്ലാ ഓപ്ഷൻസും നോക്കിക്കോണം കേട്ടോ. ആദ്യത്തെ ഓപ്ഷൻ കണ്ട് തന്നെ മാത്രം ഉറപ്പിക്കാൻ വരട്ടെ. പക്ഷെ ഇവിടെ വേറെ നമുക്ക് കോമ്പിനേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ പറയും മിസ്റ്റേക്ക് ഉള്ളത് ഫർണിച്ചേഴ്സ്. നമ്മൾ ഫർണിച്ചേഴ്സ് എന്ന് പറയില്ല, ഫർണിച്ചർ എന്നാ പറയുന്നത്. അപ്പൊ എറർ ഉള്ളത് എ പാർട്ടിലാണ്. ഗെറ്റ് ഔട്ട്, ഒരു എററും ഇല്ല. പാസ് ദ സോൾട്ട് പ്ലീസ്, അതിലും എറർ ഇല്ല. അല്ലെങ്കിൽ പ്ലീസ് പാസ് ദ സോൾട്ട്, അങ്ങനെയും പറയാം. വേർ ഡു യു സ്റ്റേ, എവിടെ താമസിക്കുന്നത്, അവിടെ ഒന്നും എറർ ഇല്ല. അപ്പൊ എറർ ഉള്ളത് ഫർണിച്ചേഴ്സ് എന്ന് പറയത്തില്ല കേട്ടോ. ഓക്കെ, ഇതില് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ PYQ ആണ്, ചിലത് അല്ലാണ്ട് അതുപോലത്തെ സാമ്പിളും ഉള്ളതും ഉണ്ട്. കാരണം ഒരുപാട് PYQ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ളതും നമുക്കുണ്ട്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ്, കംപ്ലീറ്റ് ചെയ്യാം, കണ്ടീഷൻ ക്ലോസ് ആണ്. If you had studied well, you dash. എന്താണ്? ഓക്കെ, ഇത് ഏത് ടൈപ്പാ തന്നിരിക്കുന്നത്? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് അല്ലെ, ഇഫിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് തന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചോ, ഇഫിന്റെ കൂടെ ഹാഡ് സ്റ്റഡീഡ്, അതായത് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ അത് മൂന്നാമത്തെ ടൈപ്പാ. ഇഫിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഇപ്പുറത്ത് തന്നെ വരും എന്നറിയോ? വുഡ് ഓർ ഷുഡ് വരും, ഹാവ് വരും, തേർഡ് ഫോം ഓഫ് വെർബ് വരും. അങ്ങനെയുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ധൈര്യമായിട്ട് ബി കൊടുക്കുക. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്റ്റ്. ഓക്കെ, ഇനി ഞാൻ മറ്റേ രണ്ട് ടൈപ്പും കൂടെ ജസ്റ്റ് ഒന്ന് പറയുക. ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയുക. ഇനി അതിൽ ഇതിലുള്ള ഈ കണ്ടീഷൻ ക്ലോസിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താണേലും വരും. അപ്പം ഇത് ടൈപ്പ് 1 ആയിരുന്നെങ്കിൽ എങ്ങനെ വരുമെന്നറിയോ? ടൈപ്പ് 1 ആണ്, ഞാൻ എഴുതുന്നില്ല പക്ഷെ പറയാം. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. അത് ഇവിടെ തന്നെ പകുതി ഉണ്ടല്ലോ, ആ കൂടെ തന്നെ എഴുതി കാണിച്ചു തരാം, അപ്പൊ കുഴപ്പമില്ല. ടൈപ്പ് 1 ആയിരുന്നെങ്കിൽ ഇങ്ങനെ വന്നേനെ, ഇഫ് യു സ്റ്റഡി. ഓക്കെ, ഇഫ് യു സ്റ്റഡി യു വിൽ പാസ് എന്ന് വന്നേനെ. അപ്പൊ അത് ടൈപ്പ് 1. ഓക്കെ, ടൈപ്പ് 2 എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ് എന്ന് വന്നേനെ. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്. മൂന്നാമത്തെ ടൈപ്പാണ് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ്. മനസ്സിലായോ? അപ്പൊ 3 ടൈപ്പും ആ സിന്റാക്സ് പഠിച്ചോണം കേട്ടോ. അതാണ് ഇഫ് ക്ലോസിന്റെ 3 കണ്ടീഷൻസും പഠിക്കുക. ഓക്കെ, അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എ റൂം ഓർ എ ബിൽഡിംഗ് വെർ എ പേഴ്സൺ സ്റ്റേസ് ഇസ് ഹിസ് ഡാഷ്. ഇത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാ, എന്നിട്ട് അതിൽ സ്പെല്ലിങ്ങും കൂടെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരാൾ താമസിക്കുന്ന, അത് നമ്മൾ എന്താണ് പറയുന്നത്? അക്കോമഡേഷൻ.
അക്കോമഡേഷന്റെ സ്പെല്ലിംഗ് എന്താണ്? ആ, അടിപൊളിയാണ് അല്ലെ? നമ്മൾ ഒറ്റയടിക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലോ നോക്കുമ്പോഴത്തേക്കും സ്പെല്ലിംഗ് നോക്കിക്കോണം കേട്ടോ. റാൻഡം ആയിട്ട് എവിടെ നിന്ന് വേണേലും വരാം. അക്കോമഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കുവേ നമ്മള് എല്ലാരെയും അക്കോമഡേറ്റ് ചെയ്യണമല്ലോ, താമസിപ്പിക്കണമല്ലോ. അതുകൊണ്ട് 2 C ഉണ്ട്, 2 M ഉണ്ട്. അക്കോമഡേഷൻ, കാരണം എല്ലാവർക്കും താമസ സൗകര്യം ഒക്കെ ആണല്ലോ ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളിക്കണം. അപ്പൊ 2 C വന്നു കഴിഞ്ഞാൽ അവരെ വിളിക്കണം. 2 M ഉണ്ട്, ഇവരെല്ലാരെയും കൂടെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആ ഒരു റൂം അല്ലെങ്കിൽ ബിൽഡിംഗ്, അതിനെയാണ് അക്കോമഡേഷൻ. അപ്പൊ താമസിക്കാനായിട്ട് സൗകര്യം ഒരുക്കി കൊടുക്കുകയാണല്ലോ. അപ്പൊ ആരൊക്കെ വന്നാലും നമ്മൾ അവരെ സ്വീകരിക്കും. 2 C 2 M അങ്ങനെ ഓർത്താൽ മതി. 2 C 2 M ഉണ്ട്. ഓക്കെ, അപ്പൊ അതെ, ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി. അപ്പൊ അറിയത്തില്ലാത്തവർ ഇനിയാണെങ്കിലും ശ്രദ്ധിച്ചോ. അപ്പൊ അക്കോമഡേഷൻ. അപ്പൊ എക്കോ 2 C, മൊഡേഷൻ 2 M. ഓക്കെ, മൊഡേഷൻ, അക്കോമഡേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബയോ. ഇത് ഏത് പ്രൊപ്പോസിഷനാ? ഭയങ്കര സിമ്പിളാ, അതിൽ വലിയ മിസ്റ്റേക്ക് ഒന്നും ഇല്ല, അല്ല കൺഫ്യൂഷൻ വരത്തില്ല. ഐ പ്രിഫർ ടീ ഡാഷ് കോഫി. ഐ പ്രിഫർ ടീ ഡാഷ് കോഫി. പോരട്ടെ. പ്രിഫറിന്റെ കൂടെ എപ്പോഴും ഓർക്കുക ടു യൂസ് ചെയ്യുക. പ്രിഫറിന്റെ കൂടെ ടു. ഐ പ്രിഫർ ടീ ടു കോഫി. മീനിങ് ഇത്രയേ ഉള്ളൂ, എനിക്ക് ടീ ആണ് കോഫിനേക്കാളും ഇഷ്ടം. എനിക്ക് ടീ ആണ് കുറച്ചുകൂടെയും ഇഷ്ടം കോഫി വെച്ച് നോക്കുമ്പോൾ. ഈ പ്രിഫറിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമ്മൾ ക്ലാസ്സിലും കണ്ടതാണ് സുപ്പീരിയർ, ഇൻഫീരിയർ, ജൂനിയർ, സീനിയർ. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ടു യൂസ് ചെയ്യണം. ഓക്കെ, സുപ്പീരിയർ, ഇൻഫീരിയർ, സീനിയർ, ജൂനിയർ, പ്രിഫർ, അതിൽ നിന്ന് പ്രിഫറബിൾ, എൽഡർ, ഇതിന്റെയൊക്കെ കൂടെ ടു കൊടുത്തോണം കേട്ടോ. അപ്പൊ നമ്മളത് പറഞ്ഞായിരുന്നു, ഡബിൾ കമ്പാരിസൺ അവോയ്ഡ് ചെയ്യാനാണ് എന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, ഇവരുടെയൊക്കെ കൂടെ ടു കൊടുത്തോണേ. ക്വസ്റ്റ്യൻ ടാഗ്. He will come here tomorrow. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഭാഗ്യത്തിന് ആ ഒരൊറ്റ സംഭവം കണ്ടു മതി. വേറെ ഈ ഓപ്ഷൻസ് ഇങ്ങനെ ആയതുകൊണ്ടാ ചില സമയത്ത് നമുക്ക് രക്ഷ വരില്ല, പക്ഷെ ചില സമയത്ത് നമുക്ക് ഭാഗ്യം ഉണ്ടാവും. ഹി വിൽ കം ഹിയർ ടുമോറോ, പോസിറ്റീവ് സെന്റൻസ് ആ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഭാഗ്യത്തിന് ഒരേ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗേ ഉള്ളൂ. അപ്പൊ വിൽ കം ഓപ്പോസിറ്റ് വിൽ നോട്ട് കം. ആ വിൽ നോട്ടിനെ ഷോർട്ട് ഫോം ആയിട്ട് എഴുതുക, വോണ്ട് ഹി. ഓക്കെ, 2-3 നെഗറ്റീവും കൂടെ വരണമായിരുന്നു. അപ്പൊ ഇതൊക്കെ പ്രീവിയസ് ആണ് അതെല്ലാം. നെക്സ്റ്റ്, ഷീ ഡാഷ് എ റെപ്യൂട്ടേഷൻ. വീണ്ടും സൗണ്ട് പോയോ? കുഴപ്പമില്ലല്ലോ. ഷീ ഡാഷ് എ റെപ്യൂട്ടേഷൻ ആസ് ആൻ എക്സലന്റ് ഡാൻസർ. അവിടെ എന്തോ മിസ്സിംഗ് ഒന്ന് കറക്റ്റ് ഹെൽപ്പിംഗ് വെർബ് കൊടുത്തൊന്ന് സഹായിക്കാമോ? സൗണ്ട് പോയോ? കേക്കാലോ അല്ലേ? ഓക്കെ. ഷീ ഡാഷ് എ റെപ്യൂട്ടേഷൻ ആസ് ആൻ എക്സലന്റ് ഡാൻസർ എന്ന് വെച്ചാൽ ഒരു നല്ല ഡാൻസർ എന്ന ഒരു ഖ്യാതി, ആ ഒരു ഇതാണ്. നല്ലൊരു ഡാൻസർ എന്നൊരു പേരുണ്ട് ആൾക്ക്. ഷീ ഇസ് എ റെപ്യൂട്ടേഷൻ ആണോ? അല്ല. പിന്നെ ഷീ സിംഗുലർ. അപ്പൊ വേർബ് എന്താണല്ലോ സിംഗുലർ. അപ്പൊ പോട്ടെ. ഇപ്പൊ ഷീസ് എ ഡാൻസർ എന്ന് പറയാം, ഷീ ഇസ് ഷീസ് എ സിംഗർ അങ്ങനെയൊക്കെ പറയാം, ഷീസ് എ ടീച്ചർ അതൊക്കെ പറയാം. പക്ഷെ ഇങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്, ഒരു നല്ല ഡാൻസർ എന്നുള്ള ഒരു ഖ്യാതി ഉണ്ട് എന്നാണ്. അപ്പൊ ഷീ വാസ് എ റെപ്യൂട്ടേഷൻ അല്ല, ഷീ വാസ് എ ഡാൻസർ, ഷീ വാസ് എ സിംഗർ എന്നൊക്കെ പറയാം. പക്ഷെ ഷീ ഹാസ് എ റെപ്യൂട്ടേഷൻ, അങ്ങനെ ഒരു പേരും പെരുമയൊക്കെ ഉണ്ട്. ഒരു ഡാൻസർ എന്ന നിലയിൽ ആള് സൂപ്പറാണ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, അതുപോലെ നമ്മൾ ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഈ കഴിഞ്ഞ ദിവസത്തേതിനകത്ത് ഏതെങ്കിലും ചിലത് ഞാൻ ജസ്റ്റ് ആൻസേഴ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഏതിനകത്തേലും നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഇന്ന ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞിട്ട് അതൊന്ന് ടാഗ് ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഇതുണ്ടെങ്കിൽ, കാരണം ഇടയ്ക്ക് എനിക്ക് 2-3 ദിവസമായിട്ട് എനിക്ക് സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു, കാറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അതാണ് ഞാൻ പിന്നെ അത് ശരിയായ പിന്നെയാണ് ഞാൻ ഇന്ന് തൊട്ടാണ് ഞാൻ വോയിസ് ഇട്ട് തുടങ്ങിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ കേട്ടോ. ഓക്കെ,
ഇത് പാസീവിലോട്ട് മാറ്റണം. ശ്യാം ഹാഡ് ബിൽഡ് ദ ബ്യൂട്ടിഫുൾ ഹൗസ്. പാസീവ് ആക്കൂ. ആക്റ്റീവ് പാസീവ് ആക്കാൻ എന്തൊക്കെ വേണം? സബ്ജക്ട് ഒബ്ജക്റ്റ് ഇന്റർചേഞ്ച് ചെയ്യണം, ബൈ കൊടുക്കണം, തേർഡ് ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യണം. ടെൻസ് മാറ്റണ്ട. പക്ഷെ ടെൻസിൽ കുഞ്ഞ് ചേഞ്ച് ഉണ്ട്. എന്താ? ഈ ഹാഡ് ബിൽഡ് കണ്ടോ? ഹാഡ് ബിൽഡ് ഇത് ഏത് ടെൻസാ? പാസ്റ്റ് പെർഫെക്റ്റാ. ഇത് പാസ്റ്റ് പെർഫെക്റ്റാ. പെർഫെക്റ്റ് വരുമ്പോ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളത്? പാസീവ് ആക്കാൻ ബീൻ കൊടുക്കുക. ബീൻ. അത് ശ്രദ്ധിച്ചോണേ. ഇപ്പൊ സിമ്പിൾ എന്ന് കണ്ടു കഴിഞ്ഞാല് ഹെൽപ്പിംഗ് വേർബ് കൊടുക്കുക. കണ്ടിന്യൂസ് എന്ന് കണ്ടാൽ ബീയിങ് എന്ന് കൊടുക്കുക. പെർഫെക്റ്റ് എന്ന് കണ്ടാൽ ബീൻ എന്ന് കൊടുക്കുക. ഓക്കെ, ഈ 3 ടെക്നിക്സ് ഓർത്തിരുന്നോണം കേട്ടോ. പിന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പാസീവ് ഇല്ല, ഫ്യൂച്ചർ കണ്ടിന്യൂസിനും പാസീവ് ഇല്ല. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. കണ്ടിന്യൂസ് എന്ന് കണ്ടാൽ ബീയിങ് കൊടുക്കുക, പെർഫെക്റ്റ് എന്ന് കണ്ടാൽ ബീൻ കൊടുക്കുക. സിമ്പിൾ ആണെങ്കിൽ, അതായത് ഇൻഡെഫിനിറ്റോ സിമ്പിളോ ഒക്കെ ആണെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് കൊടുക്കുക. പെർഫെക്റ്റ് കണ്ടിന്യൂസിനും ഫ്യൂച്ചർ കണ്ടിന്യൂസിനും പാസീവ് ഇല്ല. അപ്പൊ ഇവിടെ ബീൻ എന്ത് ചെയ്യാൻ നോക്കിയാൽ മതി. ഭാഗ്യത്തിന് ഒരിടത്ത് മാത്രമേ ഉള്ളൂ ബീൻ. എളുപ്പമായല്ലോ അല്ലെ? പിന്നെ ഇന്റർചേഞ്ച് ചെയ്യാം. ദാറ്റ് ബ്യൂട്ടിഫുൾ ഹൗസും ശ്യാമും കൂടെ. ദാറ്റ് ബ്യൂട്ടിഫുൾ ഹൗസ് ഹാഡ് ബീൻ ബിൽറ്റ് ബൈ ശ്യാം. ഒരു ബീൻ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. യെസ്. എയും സി ഒക്കെ മീനിങ് തന്നെ എന്ത് പൊട്ടത്തെറ്റാണ് അല്ലെ? ശരി. പക്ഷെ എന്താണെന്നറിയോ, ഈ പൊട്ടത്തെറ്റ് എന്താ അത് ആരാന്നറിയോ? അത് ചിലപ്പം ഒരു ഇതും, പക്ഷെ ഇന്നത്തെ കാലത്ത് ആരാണ് ഒരു കോഴ്സും ഇല്ലാത്ത, മീൻസ് ഒരു കോച്ചിങ് ഇല്ലാത്ത ആരാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവരെ തെറ്റിക്കാൻ വേണ്ടിയൊക്കെയാണ്. പക്ഷെ അങ്ങനെ തന്നെ അത്യാവശ്യം വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വരില്ല. ഇപ്പൊക്കെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടേ പോകുള്ളൂ. അങ്ങനെ കണ്ണടച്ച് ഒന്നും ആരും പോകത്തില്ല. ഷീ വണ്ടർഫുൾ കുക്ക് ഇസ് ഇതിനൊന്ന് സെന്റൻസ് കറക്റ്റ് ചെയ്യണം. ഷീ വണ്ടർഫുൾ കുക്ക് ഇസ് അവസാനം ഒരു കുക്കർ എന്നൊന്നും പറഞ്ഞേക്കരുത്. അങ്ങനെ വല്ല ഓപ്ഷൻ. ഇന്നാളെ ഇതുപോലെ ഏതോ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ ആരാണ്ട് പറയാ ഹി ഓർ ഷീ ഇസ് എ വണ്ടർഫുൾ കുക്കർ എന്ന്. കുക്കർ നമ്മുടെ പ്രഷർ കുക്കറാണ് കേട്ടോ. നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളെ നമുക്ക് ഷെഫ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് കുക്കർ എന്ന് പറഞ്ഞേക്കല്ല. അത് നമ്മുടെ വീട്ടിലെ പ്രഷർ കുക്കറാണ്. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം? നല്ലൊരു കുക്കാണ് എങ്ങനെ എഴുതാം? അതെല്ലാം ഉപയോഗിക്കുകയും വേണം കേട്ടോ. തന്നിരിക്കുന്ന വേർഡ്സ് ഒക്കെ ജംബിൾഡ് ആയിട്ട് കിടക്കാം. ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പൊ എന്ത് വരും? ഷീ കുക്ക് വണ്ടർഫുൾ ആണോ? അല്ല, ഷീസ് എ വണ്ടർഫുൾ കുക്ക്. എല്ലാം ഉണ്ട് അല്ലെ? ഷീ ഇസ് എ വണ്ടർഫുൾ കുക്ക്. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സിമ്പിൾ. ഓക്കേ. അടുത്തത്, രാമൻ ഇസ് എ സ്കിൽഫുൾ ഡ്രൈവർ. ഓക്കെ, ഈ സ്കിൽഫുൾ എന്ന് പറയുന്നത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാ? രാമൻ ഇസ് എ സ്കിൽഫുൾ ഡ്രൈവർ. ഈ സ്കിൽഫുൾ ഏത് പാർട്ട് ഓഫ് സ്പീച്ചാ? 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അതിലെ ആരോ ഒരാളാണ്. പറഞ്ഞോ. സ്കിൽഫുളുടെ സ്പെല്ലിംഗ് നോക്കിയാണ് 2 L ഉണ്ട്. ഓക്കെ, സ്കില്ലിനും 2 L ഉണ്ട്. അപ്പൊ ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണ്? സ്കിൽഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പേർട്ട് എന്നാണേ കേട്ടോ. വാട്ട് കൈൻഡ് ഓഫ് എന്ന ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയാൽ അതൊരു അഡ്ജക്റ്റീവ് അല്ലേ? വാട്ട് കൈൻഡ് ഓഫ് എന്ന ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയാൽ അഡ്ജക്റ്റീവ് അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കാം, വാട്ട് കൈൻഡ് ഓഫ് ഡ്രൈവർ? സ്കിൽഫുൾ. സോ അത് അഡ്ജക്റ്റീവ്. വാട്ട് കൈൻഡ് ഓഫ് ഡ്രൈവർ? സ്കിൽഫുൾ. സ്കിൽഫുൾ എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. ഇനി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. ഡ്രൈവർ എന്നുള്ളത് നൗൺ ആണ്. അതൊരു കോമൺ നൗണാ. രാമൻ എന്നുള്ളത് പ്രോപ്പർ നൗണാ. ഓക്കെ, കറക്റ്റ് എക്സാക്ട് നെയിം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പ്രോപ്പർ നൗൺ ആണ്. എന്നുള്ളത് ആർട്ടിക്കിളാ. ആർട്ടിക്കിൾ. ഇസ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബ്. ഓക്കെ, അവരെയും കൂടെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. അപ്പോ എല്ലാവരെയും, അപ്പൊ ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ അതിലെ എല്ലാവരെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. 8 പാർട്സ് ഓഫ് സ്പീച്ചും എല്ലാവരെയും നമുക്ക് കണ്ടാൽ തിരിച്ചറിയണം. അപ്പൊ ഇവിടെ സ്കിൽഫുൾ എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റിപ്പോർട്ട് ദ സെന്റൻസ്. ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കണം. മൈ ബുക്ക് വിൽ ബി റിലീസ് ടുമോറോ അറ്റ് എ മോഡസ്റ്റ് ഫംഗ്ഷൻ. ഇൻഡയറക്റ്റ് ആക്കിക്കോ. റിപ്പോർട്ട് ചെയ്തോളൂ സെന്റൻസിനെ. ഓക്കെ, മോഡറേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഒരു അത്യാവശ്യം ഒരു സാമാന്യം
ഒരു നല്ലൊരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഗ്രാൻഡ് ഒന്നുമല്ല. അംബാനിയൊക്കെ നടത്തിയ പോലെ ഭയങ്കര ഗ്രാൻഡ് ഒന്നുമല്ല, ഒരു സാധാരണ നിലയിൽ ഉള്ള ഒരു നോർമൽ ഫംഗ്ഷൻ. അതിൽ ഒരു ചെറിയ രീതിയിൽ നടത്തുന്ന ഒരു ഫംഗ്ഷൻ. അവിടെ വെച്ച് എന്റെ ബുക്ക് റിലീസാവും. അല്ലെങ്കിൽ അംബാനിമാരൊക്കെ അവര് ഭയങ്കര ഗ്രാൻഡ് ഫംഗ്ഷൻ ആണ് നടത്തിയത്. അവരവരുടെ ചെലവിന്റെ ചെലവ് പോട്ടെ, ടോട്ടൽ ഇൻകത്തിന്റെ 0.5% അവർ ഉപയോഗിച്ചുള്ളൂ അല്ലെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോരുത്തരും 10, 15, 20% ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അംബാനിയുടെ കല്യാണം ഒട്ടും ലാവിഷല്ലായിരുന്നു കേട്ടോ. ഓക്കെ, മൈ ബുക്ക് വിൽ ബി റിലീസ് ടുമോറോ. ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിനകത്താണ് നമ്മൾ ടെൻസ് മാറ്റുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ് നമ്മുടെ ടെൻസ് മാറുന്നത്. അപ്പൊ ഈ വില്ല് എന്താണേലും വുഡ് ആവുവേ. വില്ല് എന്താണേലും വുഡ് ആവും അല്ലെ. വില്ലെന്ന് പറയുന്നത് എന്താണേലും വുഡ് ആകും. അപ്പൊ എവിടെ 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 എയ്ക്കകത്ത് വുഡേ ഇല്ലേ? ഒന്നുമില്ല. സിക്കും ഇല്ലേ? ഡിയിലും ഇല്ലേ? ഒരിടത്തേ വുഡ് ഉള്ളൂ. എന്നാ ബാക്കി ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ. ഗീത സെറ്റ് ടു ഹിം ദാറ്റ് ദ ബുക്ക് റിലീസ് ടുമോറോ. ഇതെന്നാ ഒന്നും ഇല്ലേ അവിടെ? ഇവിടെയൊക്കെ എന്തൊക്കെ മിസ്സിംഗ് ആ. സിയില് ഗീത സെറ്റ് ദാറ്റ് അറ്റ് എ മോഡസ്റ്റ് ഫംഗ്ഷൻ ബുക്ക് റിലീസ് ടുമോറോ. അവിടെ ഒന്നും ഇല്ലേ? അറ്റ് എ മോഡസ്റ്റ് ഫംഗ്ഷൻ ബുക്ക് റിലീസ് ടുമോറോ സെറ്റ് ഗീത. ചുമ്മാ അങ്ങ് പറയാ. ആ വില്ലുണ്ടല്ലോ, വില്ലിനെ വുഡ് ആക്കണ്ടേ. അപ്പോ ഗീത സെറ്റ് ദാറ്റ്. ഈ മൈ ബുക്ക് എന്ന് പറയുന്ന ആരുടെ ബുക്കാ? അവളുടെ ബുക്കാ, ഗീതയുടെ ബുക്കാ. ഹെർ ബുക്ക്, വില്ല് എന്നുള്ളത് വുഡ് ആവും. വുഡ് ബി റിലീസ്ഡ് ടുമോറോ. അവിടെ വേറൊരു സംഭവം ഉണ്ട്, അത് ശ്രദ്ധിച്ചോ. പക്ഷെ അത് ഓപ്ഷൻസിൽ അവർ തന്നിട്ടില്ല. നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ശരിക്കും അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ ടുമോറോ എന്നല്ല, ദ നെക്സ്റ്റ് ഡേ എന്നോ ദ ഫോളോയിങ് ഡേ എന്നോ അവിടെ സത്യത്തിൽ വരേണ്ടത്. പക്ഷെ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുമ്പോൾ PSC ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് B അല്ലേ സെലക്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ അതെ വരും, നെക്സ്റ്റ് ഡേ വരും. അവിടെ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴായിരിക്കും മിക്കവാറും അവരത് ക്യാൻസൽ ചെയ്യുന്നത്. അത് തന്നെ കറക്റ്റ്. നമ്മൾ വലിയ കാര്യത്തിൽ സെറ്റ് ചെയ്ത് വരുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് അത് ക്യാൻസലും ചെയ്യുന്നത്. അപ്പം ഗീത സെഡ് ദാറ്റ് ഹർ ബുക്ക് വുഡ് ബി റിലീസ്ഡ് ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ ആസ് എ മോഡസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ അതും കൂടെ അവിടെ കറക്റ്റ് ആയിട്ട് വരണമായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതിന് മുന്നേ ഞാൻ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. ഇത് മനസ്സിലായല്ലോ, ഇത് അവിടെ നിൽക്കട്ടെ. ഇത് പറഞ്ഞപ്പോഴോ ഇതിനൊന്ന് മോഡിഫൈ ചെയ്യാം. ഈ ഗീത സെഡിന് വരെ ഗീത സേസ് എന്നാ തന്നിരുന്നെങ്കിലോ എന്ത് വന്നേന ആൻസർ? ഗീത സേസ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ, സെയിം ക്വസ്റ്റ്യൻ. ഗീത സേസ് മൈ ബുക്ക് വിൽ ബി റിലീസ്. അയ്യോ, ആ മുകളിലോട്ട് എഴുതിയത് കാണത്തില്ല അല്ലേ. നോക്കട്ടെ. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ, ഗീത സേസ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ വെരി ഗുഡ്, നമ്മുടെ ടെൻസ് മാറത്തില്ലായിരുന്നു. എങ്കിൽ ടെൻസ് മാറത്തില്ല, അത് ശ്രദ്ധിച്ചോണേ. ഗീത സേസ് എന്നോ അല്ലെങ്കിൽ ഗീത വിൽ സേ എന്ന് വന്നാലും, കാരണം ഈ റിപ്പോർട്ടിംഗ് വേർബ് പ്രസന്റോ ഫ്യൂച്ചറോ വന്നാലും നിങ്ങൾ ടെൻസ് മാറ്റണ്ട. അപ്പൊ ഗീത സേസ് എന്ന് വന്നാലും ഗീത വിൽ സേ എന്ന് വന്നാലും ടെൻസ് മാറ്റരുത്. അപ്പൊ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അതായത് ഗീത സേസ് ദാറ്റ് അല്ലെങ്കിൽ ഗീത വിൽ സേ ദാറ്റ് her book will be released the next day. tomorrow മാറ്റണം. ഓക്കെ, പക്ഷെ നമുക്ക് ടെൻസ് മാറ്റണ്ട. അവിടെ വില്ല് വുഡ് ആവില്ല കേട്ടോ. അതേ ടെൻസിൽ തന്നെ എഴുതിയാൽ മതി. ടുമോറോ വേണം, ടുമോറോ മാറ്റണം, പക്ഷെ ടെൻസ് മാറത്തില്ലെന്ന് മാത്രം. ടെൻസ് മാത്രം മാറില്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. Neither Shiv nor Shyam come for the excursion tomorrow. Okay, neither Shiv nor Shyam dash come for the excursion tomorrow.
നൈദർ നോറിന് ഒരു പ്രത്യേകതയുണ്ട്. നൈദർ നോറിന് മാത്രമല്ല, നൈദർ നോർ, ഐദർ ഓർ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, രണ്ടാമത്തെ സബ്ജക്ട് അനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം. രണ്ടാമത്തെ സബ്ജക്ട് സിംഗുലറാ, അപ്പൊ വേർബ് സിംഗുലർ ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോ നൈദർ ശിവ് നോർ ശ്യാം ഇസ് കം, വാസ് കം, ആ രണ്ട് ശരിയല്ലല്ലോ. ഇസ് കമ്മും വാസ് കമ്മും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വേർബ് യൂസ് ചെയ്യണം. പക്ഷെ ഇസ് കമ്മും വാസ് കമ്മെന്ന് നമ്മൾ പറയത്തില്ല. അത് രണ്ടും പോയി. പിന്നെ മൈറ്റ് കം ആണോ വിൽ കം ആണോ? മൈറ്റ് ആണോ വില്ലാണോ? ഇസും വാസും വരത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ആള് ദേ കിടക്കുന്നു, എയും ഇസും ഇട്ട് കൊടുക്കുന്നു. അതെന്നാ മനസ്സിലായോ? ഈ പറയുന്ന അവിടെ ഈ കം എന്നുള്ളതുണ്ടല്ലോ, നമുക്ക് ഇപ്പൊ നിലവിൽ നമുക്ക് കമ്മ് മനസ്സിലാവുന്നില്ല. ഇത് V1 ആണോ V3 ആണോ എന്ന് ഒരു ഐഡിയ കിട്ടാണ്ട് നമ്മളിങ്ങനെ നിൽക്കുക. കം, കേം, കം. അയ്യോ എന്റെ ഈ ആണ്. ഓക്കെ, കം, കേം, കം, ഇതാണ് 3 ഫോംസ്. ഓക്കെ, V1, V2, V3. ഓക്കെ, പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ കമ്മെന്ന് തന്നിരിക്കുന്ന ഒരു കൺഫ്യൂഷൻ, ഇത് V1 ആണോ V3 ആണോ? അപ്പോ ഇസ്കം പറയാൻ പറ്റത്തില്ല, വാസ് കമ്മും പറയാൻ പറ്റില്ല. അത് രണ്ടും തെറ്റാ. ഇസ് കമ്മിങ് എന്ന് പറയാം, അല്ലെങ്കിൽ വാസ് കമ്മിങ് എന്ന് പറയാം. ഓക്കെ, രണ്ട് ഇസ് കമ്മും വാസ് കമ്മും ഇല്ല, അത് തെറ്റാ. ഇനി നൈദർ ശിവ് നോർ ശ്യാം വിൽ കം ഫോർ ദി എക്സ്കർഷൻ ടുമോറോ ആണോ, മൈറ്റ് കം ഫോർ ദി എക്സ്കർഷൻ ടുമോറോ ആണോ? ആ ടുമോറോ എന്ന് കിടക്കുന്നതുകൊണ്ട് മാത്രം അത് ഫ്യൂച്ചർ ആണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് അവിടെ വില്ല് കൊടുത്തു. ആ ടുമോറോ ആണ് നമ്മുടെ ഒരു കച്ചിത്തുരുമ്പ്. അതുകൊണ്ട് നൈദർ ശിവ് നോ ശ്യാം വിൽ കം ഫോർ ദ എക്സ്കർഷൻ ടുമോറോ. ഇപ്പൊ വില്ലിന്റെ കൂടെ ഇതെന്താ? V1. അപ്പൊ ഇത് കമ്മ്, ഇത് V1 ആന്ന് ഇപ്പൊ മനസ്സിലായോ? ഇനി മൈറ്റ് കം എന്ന് വരാം, പക്ഷെ അവിടെ ടുമോറോ വേണ്ട. മനസ്സിലായോ? മൈറ്റ് കം വരാം, പക്ഷെ അങ്ങനെയാണെങ്കിൽ പിന്നെ ടുമോറോ വരേണ്ട ആവശ്യമില്ല. എനിക്ക് ഇങ്ങനെ പറയാം, നൈദർ ശിവ് നോർ ശ്യാം ഇവിടെ വരില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ശ്യാമോ അല്ലെങ്കിൽ ശിവോ നാളെ വരില്ല, നാളെ വരത്തില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അവിടെ വില്ല് വന്നത്. അവരിപ്പോ വരുമെങ്കിൽ നമുക്ക് പോസിറ്റീവ് സെൻസിൽ പറയാം, ഐദർ ശിവ് ഓർ ശ്യാം മൈറ്റ് കം, ചിലപ്പോൾ വന്നേക്കാം എന്നാണ്. പക്ഷെ ആ ടുമോറോ എന്നും കൂടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം വില്ല് തന്നെയാണ്. ഓക്കെ, ഫ്യൂച്ചർ തന്നെയാണെന്നുള്ളത് ഉറപ്പിക്കാം. ഓക്കെ, പക്ഷെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള റൂൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നൈദർ നോർ അല്ലെങ്കിൽ ഐദർ ഓർ ഒക്കെ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്ട് നോക്കുക, അതിനനുസരിച്ച് വേർബ് യൂസ് ചെയ്യാം അല്ലെ. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ശ്യാം സിംഗുലർ, വേർബ് സിംഗുലർ, പക്ഷെ അവിടെ ഇസും വാസും അവിടെ വേണ്ട, കാരണം ഈ കം എന്നുള്ളത് V1 ഫോം ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഏത് കൺജങ്ഷൻ യൂസ് ചെയ്യും? ഏത് കൺജങ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും ഒന്ന് പറഞ്ഞേ. അപ്രോപ്രിയേറ്റ്. അയ്യോ പോയോ? ഓരോ തവണ ആക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കും പോയോന്ന്. എനിക്കൊന്ന് ഈ മഴയുടേതായിരിക്കും. കുറച്ച് നാള് കുഴപ്പമില്ലാണ്ടൊക്കെ നിന്നായിരുന്നു. ഇടയ്ക്ക് നെറ്റിന് തോന്നും അങ്ങ് പോയേക്കാം. നമ്മൾ കറക്റ്റ് സമയം കണ്ടുപിടിച്ച് വരുമ്പോഴായിരിക്കും ഇന്നൊക്കെ ക്ലാസ് പോയെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. നമ്മൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് റിവിഷൻ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ കുറച്ചുകൂടി ചില ഇത് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്താലാണ് കുറച്ചുകൂടി മനസ്സിലാകുന്നത്. മൈ ഫാദർ ഇസ് എ കമ്പനി എക്സിക്യൂട്ടീവ് ഡാഷ് മൈ മദർ ഇസ് എ ഹോം മേക്കർ. അച്ഛൻ കമ്പനി എക്സിക്യൂട്ടീവ് ആണ്, അമ്മ ഹോം മേക്കർ ആണ്. ഇനി നമ്മളിപ്പോ ഹൗസ് വൈഫ് എന്നൊന്നും പറയത്തില്ല കേട്ടോ, ഹോം മേക്കർ ആണ്. ഒരു നല്ലൊരു ടാഗ് കൊടുത്തിട്ടുണ്ട്, ഹൗസ് വൈഫ് അല്ല ഹോം മേക്കർ ആണ്, അല്ലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് അമ്മ. ഓക്കെ, അപ്പൊ മോർ ഓവർ എന്ന് പറഞ്ഞാല് അത് മാത്രമല്ല, അത് നമ്മളൊരു സാധനം പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അത് മാത്രമല്ല എന്ന് പറഞ്ഞ് ഫെർദർ ആയിട്ട് നമുക്ക് എക്സ്ട്രാ നമുക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിലാണ് നമ്മൾ മോർ ഓവർ എന്ന് പറയുന്നത്. അപ്പൊ അമ്മ ഇതാണ് അച്ഛൻ ഇതാണെന്ന് പറയുന്നതിൽ ഇത് മാത്രമല്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആക്ച്വലി ചിലപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ പറയും അല്ലെ, ഈ ആക്ച്വലിയും യൂഷ്വലി ഒക്കെ സാധാരണ പലരും അല്ലെങ്കിൽ സോ ഒക്കെ ഒരു ബാലൻസ് കിട്ടാനായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫില്ലർ ആയിട്ട് ഇടണമല്ലോ, അങ്ങനെ ഇടുന്നതാണ് പലരും. ആക്ച്വലി അപ്പൊ അത് വേണ്ട. പിന്നെ സോ അച്ഛൻ കമ്പനി എക്സിക്യൂട്ടീവ് ആയതുകൊണ്ട് അമ്മ ഹോം മേക്കർ ആണോ? അല്ല. പിന്നെ മൈ ഫാദർ ഇസ് എ കമ്പനി എക്സിക്യൂട്ടീവ് വേറാസ് മൈ മദർ ഇസ് എ ഹോം മേക്കർ. അതേ സമയം കറക്റ്റ്, അതേ സമയം വേറാസ്. അപ്പൊ അച്ഛൻ ഇതാണ്,
എന്നാൽ അമ്മ ഇതുമാണ്. അപ്പൊ അതേസമയം രണ്ടുപേർക്കും രണ്ട് ജോലികളിൽ രണ്ടുപേരും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നു എന്നതാണ്. മൈ ഫാദർ ഇസ് എ കമ്പനി എക്സിക്യൂട്ടീവ് വെയറാസ് മൈ മദർ ഇസ് എ ഹോം മേക്കർ. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് അല്ലേ? ഇത് 2 പ്രാവശ്യം ആപ്പിൾ ഹാസ് ഫോളൻ എന്ന് വന്നു. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, The apple has fallen dash the table. ഹാസിൻ്റെ V3 ഉണ്ടോ? V3 ആണ് ഹാസിൻ്റെ V3. ഹാസിൻ്റെ V3. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാവുന്ന സാധനങ്ങൾ കണ്ടുപിടിച്ചാണ്. ഈ കുഞ്ഞു പിള്ളേരെ ABCD ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 2 3 4 ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ A എവിടെ കണ്ടാലും അല്ലെങ്കിൽ B അവർ പഠിച്ച ആൽഫബറ്റ്സ് കാണുമ്പോഴേ അവരത് ഐഡന്റിഫൈ ചെയ്യും. ഇത് A അല്ലെ, ദിസ് ഇസ് A, ദിസ് ഇസ് S, ദിസ് ഇസ് 1, ദിസ് ഇസ് 2 അല്ലെ, അവരങ്ങനെ ഐഡന്റിഫൈ ചെയ്യും. അതേപോലെ നമുക്കും നമ്മളൊരു ഇച്ചിരി ലെവൽ കൂടിയതേ ഉള്ളൂ. നമ്മൾ പഠിച്ച ഗ്രാമർ റൂൾസോ എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ, അത് ചെയ്യണം. അപ്പോ എന്താണ് ആൻസർ? ദി ആപ്പിൾ ഹാസ് ഫാളൻ വിത്ത് ദ ടേബിളോ? ടേബിളിന്റെ കൂടെ അങ്ങ് വീണോ? പിന്നെ എലോങ് ദ ടേബിൾ, അതേ ലൈനിൽ വീണോ? ആ ടേബിളിന്റെ അതേ ലൈനിന്നോ? ഇല്ല. ഇൻ ദ ടേബിളോ? ടേബിളിന്റെ അകത്തോട്ട് വീണോ? അല്ല, ടേബിളിന്റെ താഴോട്ട് വീണു അല്ലെ, അണ്ടർ ദ ടേബിൾ. ഓക്കെ, അപ്പൊ ടേബിളിന്റെ താഴെ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ എന്താണ്, ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ അണ്ടർ എന്ന് പറയുന്നത്. ആപ്പിൾ ഹാസ് ഫാളൻ അണ്ടർ ദ ടേബിൾ, ടേബിളിന്റെ അടിയിലോട്ട് വീണു, അണ്ടർ ദ ടേബിൾ. ഓക്കെ, യെസ്. അങ്ങനെയാണല്ലേ, ഞാനൊരു ബോണസ് ക്വസ്റ്റ്യൻ തരട്ടെ, ഒരു ബോണസ് ക്വസ്റ്റ്യൻ അതുകൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മീര sat, Meera, 1 minute. ഇതേ ഓപ്ഷൻസ് വേണമെങ്കിൽ എടുത്തോ, ഇതേ ഓപ്ഷൻസ് എടുത്തോ. Meera sat dash the shade of a tree. Okay, Meera sat dash the shade of a tree. Meera sat ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ആദ്യം ഒന്ന് ആൻസർ ഞാനൊന്ന് പറഞ്ഞല്ലേ, അതിൽ നിന്ന് കിട്ടിയതാണോ? അതായത് ഇപ്പൊ മരത്തിന്റെ താഴെയായിരിക്കുന്നെങ്കിൽ ഷീ സാറ്റ് അണ്ടർ ദ ട്രീ എന്ന് പറയാം. മരത്തിന്റെ താഴെയാണെങ്കിൽ ഷീ സാറ്റ് അണ്ടർ ദ ട്രീ, ഷീ സാറ്റ് അണ്ടർ ദ ട്രീ. കാരണം മരത്തിന്റെ അടിയിൽ എന്ന് പറയുമ്പോൾ അവിടെ ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് ഉണ്ടല്ലോ, അപ്പൊ ഷീ സാറ്റ് അണ്ടർ ദ ട്രീ എന്ന് പറയാം. അവിടെ അണ്ടറോ, മരത്തിന്റെ അടിയിൽ. പക്ഷെ ഇതെന്താ, നമ്മുടെ ക്വസ്റ്റൻ എന്താ, തണലത്താണ്. ട്രീയുടെ തണലത്താ. നമ്മൾ എവിടെയെങ്കിലൊക്കെ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ വെയിലുള്ള സ്ഥലമാണെങ്കിൽ തണൽ നോക്കിയല്ലേ ഇരിക്കുന്നത്, അപ്പൊ ആ ഷെയ്ഡിനകത്തായിരിക്കുന്നത്. ഇത് ട്രീ. ഓക്കെ, അപ്പൊ അതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയാന്ന് ഓർത്തോ. അപ്പൊ അതിന്റെ അകത്താ നമ്മൾ ഇരിക്കുന്നത്, അതുകൊണ്ട് സാറ്റ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ. ഓക്കെ, ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ. അതാണ്. അപ്പൊ മരത്തിന്റെ അടിയിലാണെങ്കിൽ അണ്ടർ ദ ട്രീയും ഷെയ്ഡിനകത്താണെങ്കിൽ ഇൻ ദ ഷെയ്ഡ് എന്നും വരും. ഓക്കെ,